റിലയൻസിന്റെ ഒക്കെ ഓണറാന്നൊക്കെ പറഞ്ഞ ചെയ്യാൻ പറ്റൂല, രണ്ടേലും എടുക്കാൻ പറ്റൂല. മഴയല്ല നിനക്ക് എന്താണ് കണ്ണാപ്പിയാണ് മുമ്പിടെ സ്ഥിരം ജോബാക്കിയത് വേറെ ഹെലി എടുക്കാനാണെങ്കിൽ ഈ ഹെലി ഡി മേടിക്കാൻ പറ്റും. കണ്ണൻ അല്ലെങ്കിൽ ഒരു കാർത്തോണ്ട് വന്നാലും മതി. ഉമ്പൽക്കണ്ണൻ ഉമ്പൽക്കണ്ണൻ ഇങ്ങനൊന്നും പറയല്ലേടാ, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. കേക്കാവോ കേക്കാവോ? അതിന് ആള് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളല്ലേ, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പാപ്പ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പുതിയതായിട്ട് വരുന്ന ആളല്ലേ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വരുമ്പോ വന്ന് വിളിച്ചാൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രോ നമ്മുടെ കത്തിപ്പോയി, മോബി കത്തിപ്പോയി, ആള് കയറിക്കൊണ്ടിരിക്കും. നമ്മുടെ സെർവറാണ്. ഇങ്ങനെ വന്ന് കേറാടാ, എനിക്ക് ആ വീഡിയോ കിട്ടുന്നടാ, ഞാൻ കിക്ക് ആവുന്നടാ, ഒരു വാണി കൊടുക്കാൻ തീർന്ന് കിക്കാവും. എനിക്ക് 2 വാണിയായി. ഇവിടെ സർവറിന്റെ ബഗ് പറഞ്ഞു വാങ്ങിവാ. ബ്രോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബോഡി അതിന്റെ പുറത്തോടെ ഓടി കളിച്ചു കഴിഞ്ഞാൽ സെൻസർ നിങ്ങളെത്തിയല്ലോ ഓക്കെ അല്ല രണ്ടും ഒരേ ഹെലിയല്ലേ? ഇവരുടെ വാറിന് മാത്രം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതാ എന്റെ ചോദ്യം. ഇവരുടെ വാർ നടക്കുമ്പോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അടിനാശം, വെള്ളപ്പൊക്കം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ടിജിയുടെ വാറൊക്കെ പടപടയെന്നൊക്കെ തീരും കേട്ടാ. ഞാനൊന്ന് മുള്ളിയിട്ട് വരട്ടെ. അതിനിടയ്ക്ക് സാമാനത്തെ ട്യൂബ് ഇട്ടേക്കുന്നു. അപ്പാപ്പൻ എന്ത് പറ്റിന്ന് വരാൻ? ഹലോ, ഒരു പ്ലെയറിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളേ. നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. മിസ്റ്റർ എ പി ഒരു സെക്കൻഡ്. 11:45 മാക്സിമം 5 മിനിറ്റ്. 11:50 ആവുമ്പോ നമ്മൾ തുടങ്ങും. മാക്സിമം 5 മിനിറ്റ് അതിനകത്ത് നമ്മൾ തുടങ്ങിയിരിക്കും. ഓക്കെ, അതിനകത്ത് കയറുന്നവരടുത്ത് കയറിക്കോളാൻ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോളൂ. പിന്നെ അതിന്റെ പേരിൽ ഒരു പരാതി വരും. മാക്സിമം 5 മിനിറ്റ് എനിക്കിത് കാണുമ്പോഴേ വരുമ്പോ പറയാം ബ്രോ. ഇപ്പൊ മാറ്റാൻ ടൈമായി. പിന്നെ അവര് പറയാം 5 മിനിറ്റ് എന്ന് പറയും. വെറുതെ എന്തിനാ? ഇപ്പൊ 5 മിനിറ്റേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞോളാം. കേക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മിസ്റ്റർ എ പി. നിങ്ങളുടെ പിള്ളേര് കാരണം ഞങ്ങൾക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വണ്ടിയുടെ അടുത്തോട്ട് വരുമ്പോ അശ്ലീല ശബ്ദങ്ങൾ മൊത്തം എന്താന്നറിയില്ല. അപ്പൊ എന്നൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് രക്ഷിക്കാവോ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന്? ഞാൻ ഹെലിയുടെ ചിറകിൽ കടിച്ചു പിടിച്ചിരുന്നു. നാടൻ പട്ടിയും പിന്നെ അതിലും നമ്മൾ കളിക്കേണ്ടിരിക്കുന്നില്ലേ? ഈ അശ്ലീല സൗണ്ട് ഓഫ് ചെയ്യാൻ ഏത് ബട്ടണിലാണ് ഞെക്കേണ്ടത്? എന്റെ അവിടെ അത് എന്റെ ആണ്. അത് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത് ബാനിന് വേണ്ടിയാണ്. ഞെക്കിക്കോട്ടെ. അല്ലല്ല അതില്ല. ഞാൻ ഈ സെർവർ മേടിച്ചിട്ടേ
പുള്ളിയുടെ അഡ്മിൻസാണ് എടുത്ത് നിൽക്കുമ്പോ ഇത് വെളുപ്പിനെ 3 മണി വരെ ഇരിക്കേണ്ട ഒന്ന് വരുന്നു. ഇത് മേടിക്കുന്നതിന് അണ്ണന്റെ സെർവർ അല്ലടാ ഇതുവരെ ആയിട്ടില്ല, മേടിക്കാം. അവിടെ കരച്ചിൽ തുടങ്ങി. എഗ്രിമെന്റ് ചെയ്തോണ്ടാ എഗ്രിമെന്റ് വിലയാടാ, നല്ല വില. എല്ലാം കൂടെ ഒരു 5-6 ലക്ഷം രൂപ എന്തായാലും കൊടുക്കണം. താറ് വിൽക്കാം അണ്ണാ ബ്രിട്ടസ് വെക്കാം താർ താറ് വിൽക്കാം. എങ്ങനെ പോലും ഈ സെർവറിന് ഇപ്പൊ ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ വില ഉണ്ടാവൂലടാ. അല്ല അത്രയൊന്നുമില്ല സ്ക്രിപ്റ്റ് എല്ലാം കൂടെ ഒരു 50,000 50,000 രൂപയ്ക്ക് നിന്റെ അച്ഛൻ തരും സ്ക്രിപ്റ്റ്. അല്ല സ്ക്രിപ്റ്റ് എല്ലാം കൂടെ 50,000. പിന്നെ ഒരു വണ്ടിയുടെ പാക്കിന് 80,000 രൂപ ഞാൻ കണ്ടതാന്ന്. അണ്ണാ ഡെവലപ്പർ റിപ്പോർട്ട് നമ്മളെ കൂടെ എല്ലാത്തിന്റെ ഒരു കോപ്പി മതി ഒറിജിനൽ അവിടെ വെച്ചോളാം പറ. ഈ സെർവറിന് എങ്ങനെ പോലും ഒരു 7 ലക്ഷം 6-7 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും ഈ സെർവറിന്. അണ്ണ ഓർമ്മ കേട്ടോ അണ്ണാ പണ്ട് 2 ഫോൺ ചെയ്തുകൊണ്ട് തന്നത്. ഫോൺ ചെയ്തല്ലേ എന്നിട്ട് മാഫിയ ഉണ്ടാക്കിയ കിട്ടുന്നത് ഇവനെടാ പണ്ട് ഇവനെ ഞാൻ ടി വിയിൽ എടുത്ത സമയത്ത് കേട്ടാ, ഇവന് മാക്നോളജ് എന്നൊക്കെ പറഞ്ഞ ഈ ബോബോയെ എടുത്ത സമയത്ത് ഇവനൊരു ഗണ്ണ് എന്റെ കൊണ്ട് തന്നു കേട്ടാ. ഇത് സിറ്റിയിൽ അണ്ണന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഇതാക്കിയാന്ന് പറഞ്ഞൊരു ഗണ്ണ് കൊണ്ട് തന്നു എന്റെ കയ്യില്. ഞാന് മുതുക്കി ചെന്നപ്പം 50 പേര് അതും പിടിച്ചിരിക്കണം. അവരുടെ കയ്യിൽ നിന്ന് 6 പിടിച്ചു പറിച്ചതാണ്. എന്നിട്ട് എന്റെ അടുത്ത് ആളാവാൻ വേണ്ടിട്ടാണ്. പക്ഷെ ചാറ്റൊക്കെ കത്തി അന്ന്, ചാറ്റൊക്കെ തീ ബോബോയ് തീ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അബദ്ധം പറ്റിയതാന്ന്. അവനും കള്ളൻ 2 കള്ളന്മാര് ഒരുമിച്ച്. അല്ല അത് കഴിഞ്ഞിട്ട് വേറെ കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡബിൾ ബാരൽ കൊണ്ട് തന്നെ കേട്ടാ. ഡബിൾ ബാരൽ 2 ബുള്ളറ്റ് ഏൽപ്പിച്ച് തന്നെ. 2 ബുള്ളറ്റ് ഏൽപ്പിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇതും റയറസ്റ്റ് തോക്ക, മറ്റേ ഇതൊക്കെ വലിയ നീളമുള്ള തോക്ക്. ഈ 2 ബുള്ളറ്റ് ആയിരുന്നു ആകെ. ഇത് ഈ സെർവറിൽ പോലും അതിന്റെ 2 ബുള്ളറ്റേ ഉള്ളൂ. അത് വെടിവെച്ച് കളഞ്ഞ അന്ന് തന്നെ. അതിന്റെ ബുള്ളറ്റ് ഇല്ലാതെ ഒരു 100 ദിവസം ബുള്ളറ്റ് ഇല്ലാതെ ആ തോക്ക് തോളത്തിട്ട് കൊണ്ടു നടന്നു ഞാൻ. മറ്റേ വേട്ടക്കാരന്മാരെ പോലെ. ആ മസ്കറ്റ് ഇതെല്ലാം തോക്ക് കിട്ടിയിട്ടാ. സംഗതി വെസ്റ്റ് ബോയ് ആ സമയത്ത് ടി ജിയിലായിരുന്നല്ലോ, നമ്മുടെ എല്ലാം കാണുമായിരുന്നു കേട്ടോ. വേറെ ഏതോ നമ്മളൊന്ന് അറക്കണം. നോന്ന് കണ്ട അവന്റെ സുഖം കണ്ട. ഇവനൊക്കെ എന്താണ് പറഞ്ഞില്ലേ ഉമ്മാര് നമ്മളെ നോട്ട് റെഡി ഇട്ട് തിരിച്ചിട്ടോണ്ടിരിക്കുക. ഒന്നുമില്ല നിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. ഇത് ആ കളിയിൽ വാശി കാണിച്ചാൽ മതി. ഇവന്മാരെ അടിച്ചിട്ട് പോകണോ ആ രീതിയിൽ നിന്നാ മതി. അങ്ങനെ തന്നെ നിന്നാ മതി. ഇനിയിപ്പോ നമ്മള് ജയിച്ചാലും തോറ്റാലും പ്രീവാറിനെ അടിച്ചു ജയിച്ചാലും തോറ്റാലും ഇവന്മാരെ അടിക്കും എന്നുള്ള മൈൻഡിൽ തന്നെ നിൽക്കും. അടിച്ച് പൊതിയല്ലോ ഇപ്പം നാടൻ പട്ടിക്ക് ഷൂസ്. ആ അത് അങ്ങനെയാണ് നിന്നെ ഇപ്പൊ ഈ വാറ് കയറ്റിയിരുന്നത്, മനസ്സിലായ? നാടൻ പട്ടിക്ക് പാട്ടോ ഞാൻ ഓൾറെഡി പാടിയായിരുന്നു. പിള്ളേരൊക്കെ ചാർജ് ആയിരിക്കും. ഇനി എന്ത് പാടാൻ? അയ്യോ അത് പാടിയ ഇവന്മാര് വണ്ടി കൊണ്ട് കൊക്കയിലിടും. അപ്പൊ ഇവന്മാരൊക്കെ ഇപ്പൊ ചാർജ് ആവണമെങ്കിൽ മോട്ടിവേഷൻ പാട്ടൊന്നും അല്ല അപ്പൊ ഇപ്പൊ ഇതൊക്കെ വേണം. മറ്റേ കുഞ്ഞുവാ വെക്കുന്നല്ലോ മുച്ചിരി ഒരു പാട്ട് പാടി ചാർജ് ചെയ്താൽ എല്ലാരും ഒന്ന് പെട്ടെന്ന്. മുച്ചിരി ആറ്റിലൂടെ ഇടല്ലേ പാട് പെട്ടെന്ന്. അണ്ണാ മറ്റേ കുഞ്ഞുമാവയുടെ പാട്ട് പാടി തരുമോ? ഇവനൊക്കെ ഏപ്പിയാണ് മുച്ചിരിയൊക്കെ. ബാക്കിലുള്ള വണ്ടി എന്ത് ചെയ്യാ എല്ലാരും? ഹലോ റെഡിയല്ലേ പറഞ്ഞേക്ക്. അവരാ മലയുടെ മണ്ടയ്ക്ക് ക്യാമ്പ് ചെയ്യാം. ഒന്നാമത്തെ കേസ് അവർക്ക് നമ്മളെ ഇങ്ങോട്ട് അടിക്കണ്ടേ. ഒന്ന് സ്ലോലി ചെയ്ത് നമുക്ക് ആ 5 മിനിറ്റ് അതിനകത്ത് ക്യാമ്പ് ചെയ്ത് അവർക്ക് ഇറങ്ങി പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഏതാ മലയെന്നൊന്ന് പറയാമോ? മുച്ചിരി ഏപ്പിയാണോ? ഇവനെന്ത് റെസ്പോണ്ട് ചെയ്യാത്തെ? പേരിന്റെ അപ്പുറത്തെ മല. അവര് പോയാണോ അവിടെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ടോ? എടാ മുച്ചിരി കേക്കോ റേഡിയോയില്? ഹലോ മുച്ചിരിയെ. മുച്ചിരി ഉണ്ട്. അങ്ങോട്ട് പോകണ്ട. അല്ലടാ മുച്ചിരി എന്റെ പേരാടാ. എന്റെ പേരാ മുച്ചിരി വാസു.
ഇവരെയൊക്കെ കൂടി എന്ത് ചെയ്യാന്നുള്ള ഉത്തരവാദിത്വമില്ല. എടാ ഇത് റിപ്പയർ കറങ്ങിക്കളിയാണ് കേട്ടാ അവര് റിപ്പയറിനാണ് ഇത് ഏത് ഗെയിമാ ഗൈസ് ഇത്? ഫുഡ് വാട്ടർ കഴിക്കണം. ഗൈസ് ഇത് ഏത് ഗെയിമാ ഇത്? അയ്യോ എന്റെ അമ്മച്ചി കണ്ണുപോയി എന്റെ. സോറിടാ സോറി. ഇന്നലെ എന്റെ നെഞ്ചിലെ പരിപാടി അവർക്ക് നമ്മളെ പുഷിയാണ് നമ്മളെ നമ്മുടെ ഒരുപാട് പേര് കമ്മിറ്റ് ചെയ്യല്ലേ, കാരണം അവിടെ വണ്ടി ഉണ്ടാവും. നമ്മളെ ചുമ്മാ ഇൻഫോ കൊടുക്കാൻ വന്നേടാ. ലെഫ്റ്റ് കയറി ടോപ്പ് നോക്കിയടാ, ലെഫ്റ്റ് ഒന്ന് കയറി ടോപ്പ് നോക്കിയടാ. അവിടെ വണ്ടി ഉണ്ട്, നോക്കി അവരല്ലാതെ അവര് എല്ലാം ഇവിടെ ഇൻവിറ്റേഷൻ നമ്മളവരുടെ ക്ലോസ് ചെയ്യുമ്പോ അതൊറ്റയ്ക്കാ ആ റോഡിലുള്ള വണ്ടി ഒറ്റയ്ക്കാ. നോക്കി കളി മലയിലല്ല കളിക്കുന്നത്. എനിക്ക് അത് ആ സമയത്ത് 5 മിനിറ്റ് അങ്ങനൊന്നും ചെയ്യത്തില്ല. ഓലെ 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 അവര് വീണ്ടും ആ മല വീണ്ടും റിപ്പയർ കുത്ത് ഈ കല്ലേ കുത്താവോ ബാ ഈ കല്ലേ ഓടി കല്ലേ കുത്ത് അവിടെ കുത്തി കല്ലേ കുത്ത് അവിടെ ഒരു വണ്ടിയെ ഇറങ്ങിയിട്ടുള്ളൂ. കല്ലേ കുത്തി അടിച്ചു കൊടുത്തേ. അത്രേ ഉള്ളൂ. കൊറ എല്ലാത്തിനും കൊടുക്കും. നമ്മുടെ നമ്മുടെ 2 ടയറും പൊട്ടിയടാ. ഞങ്ങളിവിടെ റിപ്പയർ ചെയ്തിട്ട് കമ്മിറ്റ് ആവോ? കുറച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വരെ ഞങ്ങൾ റിപ്പയർ ചെയ്യണം. അടിച്ചോ എന്റെ ആളിയോ ഇതൊന്നും റിപ്പയർ ചെയ്യട്ടേടാ. കല്ല് കുത്താൻ മറക്കല്ലേ കേട്ടാ. ആവുന്നില്ലടാ, റിപ്പയർ ആവുന്നില്ല. കറക്റ്റ് അവിടെ ഇല്ല ഇല്ല കുത്തിക്കോടാ, അവന്മാർ ക്ലോസിലുണ്ടോ? ബാക്കിയുള്ളവർ പോ. വണ്ടി ഇടിച്ചു റിപ്പയർ നിൽക്കണ്ടേ? അടിച്ചോണ്ടിരിക്കുന്ന വണ്ടി കയറി തിരിച്ച് ടയറില്ലടാ. ഇവിടെ ഉണ്ട്, നോക്ക് അതിന്റെ ഇടയ്ക്ക് പെട്ടിട്ടുണ്ടാവന്മാര്. കല്ലിന്റെ ഇടയ്ക്ക് നൈസറാ. എനിക്ക് റിപ്പയർ ചെയ്യോ? ഞാൻ പറഞ്ഞ കോൾ വെക്കുക. 2-3 വണ്ടി റിപ്പയർ ചെയ്യോ? 3 വണ്ടി. വണ്ടി കയറണം. നമ്മുടെ വണ്ടി ഇവിടെ പെട്ടെന്ന് റൈറ്റ് പിക്ക് നോക്കണേ. വണ്ടികളെല്ലായിടത്തും ക്ലിയർ ചെയ്യേ. മല വീണ്ടും കുത്തും. ഞാൻ പറഞ്ഞേക്കും മല കുത്തും. ഇവിടെ കുത്തിയങ്ങ് അടിച്ചോ. ഞാൻ കുത്തിക്കാണ്. കമ്മിറ്റി ആ കോൾ കമ്മിറ്റി. നമ്മുടെ ആൾക്കാരെ ഈ മാർക്കിലോട്ട് അതൊന്ന് 2 സൈഡും കറങ്ങി വന്നടാ. ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. ടൈം കിട്ടിയല്ലോ.
അടിയടാ. അവിടെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കും അമ്മമാരിപ്പോഴും. പണ്ണടാ പണ്ണടാ അമ്മമാരെ വരെ വട്ടത്തിലിട്ട് പണ്ട് അടി. ആ കടാ എങ്ങനെ കടാ കട 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 കട. കഴിഞ്ഞു ജിജി. ഒന്നും ചെയ്യാൻ പറ്റും എനിക്ക്. രണ്ട് സൈഡിൽ ഞാൻ താഴോട്ട് ഇറങ്ങി ഹീൽ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അമ്മമാർ റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും വന്നു. രണ്ട് സൈഡിൽ നിന്നും കിട്ടി. എനിക്കൊന്ന് കവറിലോട്ട് കയറാനുള്ള സമയം പോലും കിട്ടി. പോറ കണ്ട നിർത്തി നിന്റെ അമ്പി SRR മുച്ചിറി ബ്ലേസ്. അതെന്താ? അത് ഏത് ലാംഗ്വേജ് ആണത്? പോറ കണ്ട SRR അതെന്ന് പറഞ്ഞാൽ അതെന്താണ്? ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ അത്? പോറ കണ്ട അമ്പി SRR നമ്മള് 18 എന്തോ ഉണ്ട്. നമ്മളാകെ 7 പേരെന്തോ വീണേ. 7 പേരെ വീണേ. കോട കണ്ടി അമ്പി SRR. ഓ അതാണല്ലേ. ഓ ആ നമ്മള് 18 എന്തോ ഉണ്ട് ഗൈസ്. നമ്മള് 18 എന്തോ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടെ നമ്മുടെ പയ്യന്മാരൊക്കെ ചത്തേ. കണ്ണാപ്പി അതാ അഡ്മിൻ ലൈവ്. നോക്കട്ടെ ഒരു മിനിറ്റ്. അയ്യോ ഇത് ഗ്യാങ്ങറാണ്. മുച്ചറി ഹലോ. ഇതെന്താ PL ആണോ? ഹലോ പക്ഷെ എനിക്ക് ഇൻവെന്ററി ഒന്നും വരുന്നില്ല. തോക്കെടുക്കാൻ പറ്റുന്നില്ല. ഇൻവെന്ററി വരുന്നില്ല. ഇതെന്താ ഇൻവെന്ററി വൈപ്പാവോ? PLന്റെ ആണോ? പക്ഷെ എനിക്ക് ഒന്നും വരും. ഫോൺ വന്നു. ഓക്കെ. വാട്ട്? സിറ്റി കത്തിയോ? സിറ്റി കത്തിയോ? എല്ലാരും കത്തിയോ? അതോ ഞാൻ മാത്രമാണോ കത്തിയത്? എല്ലാരും കത്തി. നോക്കട്ടെ. ബോൾ കത്തി. സിറ്റി കത്തി. ഇല്ലല്ലോ. നീലിനൊക്കെ ഇതാണ്ടല്ലോ ഇവിടെ. നീലിന്റെ PO എടുത്തപ്പോ നീലിനൊക്കെ അവിടെ വയ്ക്കുന്നു. പക്ഷെ സിറ്റിയിൽ കുറെ പേര് കത്തി. കേറ കുറെ പേര് കത്തിയാ നോക്കാം. നമ്മള് സൗമ്യമായി മാത്രമേ ഫെയിൽഡ് ഫെച്ച് യുവർ ഡിസ്കോഡ് നെയിമോ. ഇതൊക്കെ എന്താണ്?
കോഡൊക്കെ ഓപ്പൺ ആണല്ലോടാ. ഇതെന്താടാ? നമ്മളെ നിങ്ങൾ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. നമ്മൾ ബാനൊന്നും മേടിക്കാൻ പാടില്ല, സൗമ്യമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? നമ്മൾ അങ്ങനെ വേണം ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. 1590 അതിന് 1590 ബ്രോ ഞാൻ കളിക്കുന്നത്. ഞാനിത് കടക്കാർ തന്ന ബാക്ക് PC-യിലാണ് കളിക്കുന്നത്. 1590 ഒക്കെ ശരിയാക്കാൻ കൊടുത്തേക്കുക. എൻ്റെ ക്യാബിനറ്റ് ഒക്കെ മാറാൻ കൊടുത്തേക്കുക. നേരത്തെ ഈ റോക്ക് സ്റ്റാറിന്റെ ലോഡിങ് വരത്തില്ലായിരുന്നു. ഇപ്പൊ ഈ റോക്ക് സ്റ്റാറിന്റെ ലോഡിങ് ഉണ്ട്. അപ്പാപ്പ വന്നല്ലോ. എന്നാലും ഞാൻ ഭയങ്കര മെന്റലി ഡൗൺ ആയിട്ടിരുന്നപ്പോ ഉണ്ടല്ലോ, അപ്പാപ്പൻ വീട്ടിൽ വന്നായിരുന്നു കേട്ടാ. വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ സംസാരിച്ച് ചില്ലാക്കിയിട്ടൊക്കെ പോയി കേട്ടാ. ഞാൻ ബാൻ മേടിച്ച ദിവസം എനിക്കാണെങ്കിൽ ഇതങ്ങ് മടുത്തതുപോലെ ആയി കേട്ടാ. എനിക്ക് ഗെയിം അടുത്ത് ഇതായതുപോലെ ആയി. മറ്റേ അന്ന് ആ ബാനും ആ സീനും ഒക്കെ നടന്ന ദിവസം. അപ്പം വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ പോയി വന്നിട്ട് എല്ലാം സംസാരിച്ചിട്ടൊക്കെ പോയി. തിരിച്ചു പോയപ്പോൾ ഞാൻ ഇങ്ങനെ ബ്രാവോ താങ്ക് യു ഫോർ കമ്മിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കേട്ടാ. 1.5 പുള്ളി എനിക്ക് റിപ്ലൈ ഒക്കെയാണേ, നീ വിളിച്ചപ്പോൾ KV-ന്ന് ഇറങ്ങി വന്നു, പിന്നാണോ എറണാകുളം വരെ വരാൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഇങ്ങനെ രോമാഞ്ചൊക്കെ അടിച്ച് സന്തോഷം വന്നിട്ട് എനിക്കൊക്കെ അയ്യോ. ഇത് എന്തൊരു പ്രശ്നമാടാ, എനിക്കിത് ലോഡാവാത്തത്. ഇത് എന്തൊരു കഷ്ടമെന്ന് പറയുന്ന പുല്ല്. ഈ ക്രാഷ് ആയവന്മാരെല്ലാം ഇവിടെ തന്നെ തിരിച്ചു വരുവോടെ? ഇത് കണ്ടാ ഗൈസ്, ഇത് നിങ്ങള് ഇത് ഇങ്ങനെ ഇരിക്കുവോ? ഇത് ഒരു ഇത് എന്റെ പൊന്ന് 5 ഇത് വീണ്ടും കണക്ട് കൊടുക്കണോ ഞാൻ? ഇതിനെന്തോ വലിയ പ്രശ്നമുണ്ട് കേട്ടോ ഇതിന്. ഒന്ന് സിറ്റി കയറണമെങ്കിൽ 1/2 മണിക്കൂറാണ്. പക്ഷെ ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരാം. എനിക്ക് 2 സെക്കൻഡ് സമയം. എന്തായാലും മുള്ളാൻ പോലെ കുറച്ച് വെള്ളം പൊടിച്ച് അത് കളയാം. Kingdom built on a neon ride, from dusk to dawn.
വന്നു. എനിക്ക് ഈ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ ഡീഹൈഡ്രേഷന്റെ പ്രശ്നമുണ്ട്. വെള്ളം കുടിക്കാൻ തോന്നത്തില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെങ്ങനെ മാറ്റാം? ഹലോ, എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? മീറ്റിംഗ് വിളിച്ച് എടാ ഞാൻ കത്തിപ്പോയടാ. ഞാൻ സിറ്റിന്നേ കത്തിപ്പോയി. ഓ നമ്മളിത്ര പേരാണല്ലേ ഡൗൺ ആയത്? ഡൗൺ ആയിട്ടില്ല, അവിടെ വന്നതാ. ഡൗൺ ആയുള്ളൂ. എനിക്ക് 3 2 കിട്ടി. ഞാൻ ഇവിടെ ഉണ്ട്. എടാ മീറ്റിംഗ് വിളിച്ചോ? ഒരാള് കൂടി വരാണ്ട് അവനെ കൈവാക്കിലിട്ട് കൊന്നൊക്കെ അവൈലബിൾ പ്ലേയേഴ്സ് ഒന്ന് ലിസ്റ്റ് ഇട്ടേ ഗ്രൂപ്പില്. എന്റെ കൂടെ എന്റെ എടാ മീറ്റിംഗിന് പോണ വണ്ടി ഒന്ന് ബുക്ക് ചെയ്തായിരുന്നല്ലോ ഹെലിയൊന്ന്. ഞാനുണ്ടാണ് മീറ്റിംഗിൽ എന്നെ കൊണ്ടുപോകണം. എനിക്ക് രണ്ടും പറയണ്ട. 4 പേർക്കേ പറ്റുള്ളൂ. ആ കണ്ണാപ്പിയും വില്ലോനും വന്ന പേര് ഒരുമിച്ച് കിട്ടേക്ക്. അണ്ണൻ ഗ്യാങ് ഹൗസിലാണോ? ആ ഗ്യാങ് ഹൗസിൽ ഹെലിപ്പാഡിലുണ്ട്. ഹെലിയിലാണോ നിങ്ങള്? നമ്മളൊക്കെ ചത്തായിരുന്നു. എടാ ഡെസ്ട്രോ ആയിട്ടല്ലേ സിറ്റുവേഷൻ എടുത്ത? ഡെസ്ട്രോ കൊണ്ടുപോട്ടെ. ഇവ വന്നില്ലല്ലോ ഷാഡോ. ഇവ എവിടെ അഡ്മിനിസ്ട്രേഷൻ വിളിച്ചോ? അവൻ സ്ഥലം വിട്ടടാ. അവൻ കത്തിപ്പോയി. മറ്റേ പ്ലേ നിക്കാതെ നീച്ചേക്ക് വന്നു കേട്ടാ. ക്യാരക്ടർ എടുത്തിട്ടേ ആ പരിപാടി നമ്മളെല്ലാം എവിടെ പോയി കഴിയുമ്പോ അവൻ ഇവിടെ ഒന്ന് സ്പാം ചെയ്യുന്നു. ഒന്ന് മൈൻഡ് ചെയ്യാൻ നിക്കണ്ട. ടൈം ഔട്ട് കൊടുക്കണ്ട. അവനിട്ട് കൊണ അടിക്കട്ടെ. വീരത്തിന് ഹെൽപ്പ് ഇട്ടിട്ട് ആരും വന്നിട്ടില്ല. അപ്പോഴാണ് നിന്റെ വീഡിയോ നോക്കൂലെന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങൾ ഹെലിയിലാണോ? ഹലോ ഹെലി അപ്പം കൊണ്ട് എടാ മന്ദാര ഒരു ബോഡി കൊണ്ടുവരുന്നുണ്ടല്ലോ. ആനെ കത്തിച്ചേ. 50. എനിക്ക് പിക്കൊന്നും കിട്ടിയില്ലടാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വീണ്. ഞാൻ അവരുടെ മൂട്ടിലാണ് ഇറങ്ങിയത്. 4 പേര് അപ്പം തന്നെ ലെഫ്റ്റിൽ കൂടെ വന്ന് ഹീൽ ചെയ്ത് ഞാൻ താഴോട്ട് ഇറങ്ങി ഹീൽ ചെയ്യാൻ പോയപ്പോഴത്തേന് അവര് റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലും വന്നു. 2 പിക്ക് കിട്ടിയോ നിനക്ക്? നിനക്ക് പി ഒ എന്ന് കാണിച്ച പൈസ വന്നുണ്ട്. ഇവരെ ഇടിച്ചു വല്ലടി ഇവനെ. ഇല്ല ഇപ്പൊ കാണിക്കണം. പിക്കില്ലെങ്കിൽ ടി വിക്കകത്തൊന്ന് കളയേ. എന്തിനാടാ കണ്ടി നീ ഇങ്ങനെ എന്നിട്ട് പറയണേ? ഞാൻ ഡൗട്ട് വെക്കട്ടെ. അങ്ങനെ സ്പോൺ മാറി കൊടുത്ത കോമ്പാറ്റ് ലോഗിനാ വെച്ചു. അല്ല കത്തി കയറി മാറ്റാൻ പറ്റും. കത്തി കയറി പറ്റൂല. സാൻഡിയിലൊക്കെ പറ്റും. അങ്ങനെയല്ല. ഓപ്ഷൻ ഉണ്ടെന്ന്. ഓപ്ഷൻ ഉണ്ട്. ബോബോയ്ക്ക് ഒരു പിക്ക് ഉണ്ടോ? ഒരു പിക്ക് എടുത്തല്ലേ? വണ്ടി കയറി നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ തന്നെ